അനുരാഗ് സിംഗ് എന്ന ഡയറക്ടറിന്റെ പേര് കാണുമ്പോൾ ഞാൻ ഇനി മുതൽ വേഴ്സ്റ്റ് എക്സ്പെക്ട് ചെയ്യില്ല. അത് ഞാൻ ബോർഡർ 2 എന്ന സിനിമയോട് നിർത്തിയിരിക്കുകയാണ്. പണ്ട് കേസരി എന്ന സിനിമ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയതാ. ആ ഒരു സിനിമ ഒരു എക്സ്പെക്ടേഷനിലാണ്ട കാണാൻ പോയത്. പക്ഷെ ശരിക്കും അതിന്റെ കോമ്പാറ്റ് സീക്വൻസസും അതിന്റെ കംപ്ലീറ്റ്ലി എക്സിക്യൂഷൻ കൊണ്ട് ഞാൻ ശരിക്കും ഭയങ്കര എൻഗേജിങ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നൊരു സിനിമയായിരുന്നു. അതേപോലെ തന്നെ ബോർഡർ 2 കിഡിലിനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടീമിന് എന്നോട് ക്ഷമിക്കണം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട്. ബോർഡർ 1 എന്ന സിനിമയുടെ സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാളും കൂടുതൽ ഇമോഷണൽ ഡെപ്തും ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്തത് സെക്കൻഡ് പാർട്ടിന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ്. ഭയങ്കരമായിട്ട് അവര് നമുക്ക് ശരിക്കും ഇതിലെ 3 ആ ഒരു ക്യാരക്ടേഴ്സിനോട് നമ്മുടെ ദിൽജിത്ത്, ആഹാൻ ഷെട്ടി, വരുൺ ധവാന്റെ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കര രസം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് മോസ്റ്റ്ലി അത് തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് പട്ടാളക്കാരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും അതിനുശേഷം ഒരു യുദ്ധത്തിന് തന്നെയാണ്. അത് ഭയങ്കര നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴാണ് ഈ സിനിമ വോറിലോട്ട് കടക്കുന്നത്. ഈ ഒരു സെക്കൻഡ് ഹാഫിന്റെ ആദ്യത്തെ 20 മിനിറ്റ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ്. ഈ കോമ്പാറ്റ് സീക്വൻസസും വോർ സീക്വൻസസും അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഞാൻ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ബോളിവുഡിൽ ഈ അടുത്ത് കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പാറ്റ് സീക്വൻസസ്. അത്രയും ഭംഗിയായിട്ട് തന്നെ ഇതിനകത്ത് ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതേപോലെ തന്നെ വോർ സീക്വൻസസ് ആണെങ്കിൽ ഒരു നിമിഷം പോലും ലാഗ് അടിക്കില്ല. അല്ലെങ്കിൽ ചിലപ്പോ ചില സിനിമകൾ കാണുമ്പോൾ ഈ വോർക്ക് ഭയങ്കര നീണ്ടുപോവാണെന്നൊരു ഫീൽ വരും. ഇതിനകത്ത് അങ്ങനത്തെ ഒരു തോന്നൽ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 20 മിനിറ്റ് ഞാൻ മോശമാണെന്ന് പറയാനുള്ള കാരണം, ആദ്യത്തെ 20 മിനിറ്റ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിന്റെ ആദ്യത്തെ 20 മിനിറ്റ് ആട്ടോ. അപ്പൊ അത് മോശമാണെന്ന് പറയാനുള്ള കാരണം ഈ സിനിമയുടെ സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ്, വാട്ടർ, എയർ ഇവര് 3 പേരും കൂടെ ഒന്നിച്ച് യുദ്ധത്തിന് പോകുന്നതും അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ മൂന്ന് ഘട്ടങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കുന്നത്. അപ്പൊ എന്ത് വന്നാലും വെള്ളത്തിൽ നിന്നൊരു ആക്ഷൻ സീക്വൻസ് വേണം, കോമ്പാറ്റ് വോർ സീക്വൻസ് വേണം, അതേപോലെ എയറിൽ ഒരു കോമ്പാറ്റ് സീക്വൻസ് വേണം, ലാൻഡിലും ഒരു കോമ്പാറ്റ് സീക്വൻസ് വേണം. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 20 മിനിറ്റ് കാണിക്കുന്നത് ഈ ലാൻഡും എയറും വാട്ടറാണ്. അപ്പൊ അവിടത്തെ ഈ VFX ഭയങ്കര പോരായ്മ കൊണ്ടും നമുക്ക് ഫസ്റ്റ് ഹാഫിൽ അവരെ ബിൽഡ് ചെയ്ത ഇമോഷണൽ കണക്ഷൻ ഡെപ്തും ഈ VFX കാരണം അത് പോരായ്മയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഇമോഷണൽ കണക്ഷൻ മിസ്സിംഗ് ആവും. അവരെങ്ങനെയും തട്ടിക്കൂട്ടി VFX കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് ഒരു മോശം എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെ ഫീൽ ചെയ്യുള്ളൂ. ആ ഒരു VFXൽ തന്നെയാണ് സിനിമ കംപ്ലീറ്റ്ലി പോകുന്നതെങ്കിലേ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി കൈവിട്ട് പോയത്. പക്ഷെ ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 20 മിനിറ്റിൽ മാത്രമാണ് അവർ ഏറ്റവും കൂടുതൽ VFX യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതിനുശേഷം നല്ല രീതിയിൽ തന്നെയാണ് ലാൻഡിൽ അവർ അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, സെക്കൻഡ് ഹാഫിന്റെ ആദ്യത്തെ 20 മിനിറ്റ് ആണ് ഒരു മോശമായിട്ട് തോന്നിയത്. പിന്നെ ഈ സിനിമയുടെ വേറൊരു പോരായ്മ എന്ന് വെച്ചാൽ ടെക്നിക്കലി ഈ സിനിമ നല്ല വീക്കാണ്. അത് കേസരി എന്ന സിനിമയിലാണെങ്കിൽ പോലും നല്ല സീരിയൽ ലെവൽ കളർ ഗ്രേഡിംഗ് ആയിരിക്കും. നല്ല സീരിയൽ ലെവൽ കളർ ഗ്രേഡിംഗ്. അത് ഇപ്പോഴത്തെ ഓഡിയൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ സിനിമ കാണുന്ന അല്ലെങ്കിൽ ഭയങ്കര അപ്ഡേറ്റഡ് ഓഡിയൻസിന് ചിലപ്പോൾ അത് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അവരോട് ആദ്യം പറയാനുള്ളത്, സീരിയൽ ലെവൽ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ആണ്. അത്യാവശ്യം നല്ല ഓണസ്റ്റ്ലി തന്നെയാണ് ഫിൽം മേക്കർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഓൾഡ് സ്കൂൾ ഫിൽം മേക്കിംഗ് കൂടെ ആട്ടോ. പഴയ ഒരു 1997 ബോർഡർ എങ്ങനെ എടുത്തത് അതേപോലെ തന്നെയാണ് ഈ സിനിമയിലെയും കുറെ സീനുകൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര ഡ്രമാറ്റിക് ആണ്. ആ ഒരു പഴയകാല മേക്കിംഗ് തന്നെയാണ് സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ കണ്ടിരിക്കും. ബിക്കോസ് ഈ സിനിമയിലെ പാട്ടുകൾ കീടിലാണ്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല, ഇതിന്റെ പാട്ടുകൾ ഭയങ്കര രസമായിരുന്നു. ഞാൻ അറിഞ്ഞത് വെച്ചാൽ കേട്ടത് വെച്ചിട്ട് 2 പാട്ടാണ് ആദ്യത്തെ ഒരു സിനിമയിൽ നിന്ന് അവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർ അടിപൊളിയാണ്, ഭയങ്കര സോൾഫുൾ ആയിട്ട് റീക്രിയേറ്റ് ചെയ്ത്. ഇതിനകത്ത് പാട്ടുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അനുമാലിക്, നിത്തുവിന്, സച്ചത് പരമ്പര, വിശാൽ മിശ്ര, ഗുർമോഹു അടിപൊളി വർക്കാണ് ചെയ്യുന്നത്. ഭയങ്കര സോൾഫുൾ ആണ് ഇതിന്റെ മ്യൂസിക് സെക്ഷൻ. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും സെക്കൻഡ് ഹാഫിൽ ആ ഒരു വോർ സീക്വൻസസ് ഒക്കെ ഭയങ്കര രസമായിട്ട് തന്നെ ക്യാമറമാൻ പകർത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി വരുൺ ധവാന്റെ കുറെ വൺ ഷോട്ട് സീക്വൻസസും കുറെ ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര നന്നായിട്ട് തന്നെയാണ് സിനിമാറ്റോഗ്രാഫർ പണിയെടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടാണ്. എഡിറ്റർ ആണെങ്കിൽ പോലും പഴയകാല എഡിറ്റിംഗ് ആണ് ചെയ്ത് വെച്ചെങ്കിൽ പോലും നന്നായി ക്രിസ്പാക്കി തന്നെ ഈ പടത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമ അതുകൊണ്ട് തന്നെ 3.5 മണിക്കൂറുണ്ട്. 3.5 മണിക്കൂർ ഉണ്ടായിട്ട് പോലും നമുക്ക് ഒരു നിമിഷം പോലും ബോർ അടിക്കുന്നില്ല. അതൊക്കെ ഭയങ്കര കമന്റബിൾ തന്നെയാണ്. 3.5 മണിക്കൂർ ആൾക്കാരെ പിടിച്ചിരുന്നതൊക്കെ വെച്ചാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു ദ ഹോൾ ടീം എന്ന് തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളൂ. പിന്നെ ഇതിന്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തെ ഓഡിയൻസ് ആയിട്ട് കണക്ട് ആവുന്ന രീതിയിലാണ് ക്യാരക്ടേഴ്സിനെ എഴുതിയിരിക്കുന്നത്. എസ്പെഷ്യലി സണ്ണി ഡിയോളിന്റെ ക്യാരക്ടർ തബു പറയാണ്, തബു ആയിരുന്നു കേട്ടോ ഫസ്റ്റ് പാർട്ടിൽ ഭാര്യ, ഇതിനകത്ത് മോഹന സിംഗ് ആണ്. സോ തബു പറയാണ്, നിങ്ങൾ
യുദ്ധത്തിന് പോകണ ഞങ്ങൾ വിഷമ പേടിയാന്നു. അപ്പൊ സണ്ണിയോട് തിരിച്ചു പറയാം ഞാൻ ഡൈവോഴ്സ് ചെയ്യുമെന്ന്. എനിക്ക് മോനെ വേണ്ട, ഡൈവോഴ്സ് ചെയ്യുമെന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനത്തെ ഭയങ്കര ടോക്സിക് ആയ ഒരു സോൾജർ ക്യാരക്ടറാണ്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ആവുന്ന ക്യാരക്ടറാണ്. ഭയങ്കര ഹമ്പിൾ ആണ്. സോൾജർ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാവരും കണക്ട് ആവുന്ന ഒരു ക്യാരക്ടർ. അതൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് എനിക്ക് ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ സുനിൽ ഷെട്ടിയുടെ ക്യാരക്ടർ ആണെങ്കിലും ഭയങ്കര ഓവറായിട്ട് തോന്നിയത്. ഇന്ത്യ ഇന്ത്യ എന്നൊക്കെ ഭയങ്കര, ചിലപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും കേട്ടോ. എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഓവറായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല, ഒന്നും ഓവറല്ല. എല്ലാം ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ അവർ ഭയങ്കര ഡീസെന്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ഡ്രാമാറ്റിക് സീക്വൻസസ് അല്ലാണ്ട് ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല വൃത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവരുടെ പെർഫോമൻസസ് ആണെങ്കിലും സൂപ്പർ ആയിരുന്നു. എസ്പെഷ്യലി സണ്ണി ഡിയോൾ അടിപൊളി, വരുൺ ധവാൻ, ദിൽജിത്ത്, ആഹാൻ, ദിൽജിത്ത് സൂപ്പർ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവർക്ക് പിന്നെ ഇതിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സിന്റെ റോളുകൾ പ്രതീക്ഷിക്കാവുന്നുള്ളൂ. ഒന്നെങ്കിൽ ലവ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഭാര്യ, അതൊക്കെ. പക്ഷെ ഇതിനകത്ത് നടിമാർ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ അവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മോന സിംഗ്, മോന സിംഗ് നമ്മുടെ ബാസ്റ്റേഴ്സ് ഓഫ് ബോളിവുഡിലുണ്ട്. അതേപോലെ സോനം ബജ്വ, മേധ റാണ പുതിയ ഒരു ആക്ട്രസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ആനിയ സിംഗും ബാസ്റ്റേഴ്സ് ഓഫ് ബോളിവുഡിൽ നമ്മുടെ നടന്റെ മാനേജർ ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ലവബിൾ ആയ ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ഇവരൊക്കെ ഇവരുടെ ക്യാരക്ടേഴ്സ് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമയുടെ, ഞാൻ വീണ്ടും പറയുന്നത്, ഈ സിനിമയുടെ പോരായ്മകൾ ടെക്നിക്കലി സിനിമ നല്ല വീക്കാണ്. ഞാൻ പറഞ്ഞ സീരിയൽ ലെവൽ കളർ ഗ്രേഡിങ്, ഓൾഡ് സ്കൂൾ ഫിൽം മേക്കിംഗ്, പിന്നെ സെക്കൻഡ് ഹാഫിന്റെ ഒരു ആദ്യത്തെ 20 മിനിറ്റ്. അതല്ലാണ്ട് ഈ സിനിമ സൂപ്പർ ആയിരുന്നു. കീടിയൻ നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് പേഴ്സണലി തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ തന്നെ പറയുള്ളൂ. കണ്ടിട്ട് അഭിപ്രായം പറയുക. എനിക്കൊരു വളരെ എൻജോയബിൾ ഒരു വാർ മൂവി തന്നെയായിരുന്നു ബോർഡർ 2. സോ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവ്യൂസ്.